കുബൂസുണ്ട്, ബ്രെഡുണ്ട്, 2 കവർ ബ്രെഡുണ്ട് കേട്ടോ. പ്ലേറ്റ് നമ്മൾ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആർക്കേലും അറിയാണോ സ്വന്തമായിട്ട് കറി വെച്ചിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞ ടീം? ഫസ്റ്റ് വെളുത്തുള്ളി, സവാള, മീനെല്ലാം ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ട പുതിയൊരു സൈറ്റ് വന്ന് നമ്മൾ കാസ്റ്റിങ്ങിന് റെഡിയാകും കേട്ടോ. നമുക്കിവിടെ വന്ന് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മീൻ അടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ് നമ്മൾ പാണ്ടയാണ് ഇട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പയ്യെ അവിടെ നിർത്തി അടുപ്പിക്കുക. എവിടെ നീ കണ്ടോ? ഞാൻ കണ്ടു. നീ ഇവൻ കണ്ടോ? അവനെ കാണിക്കാം, സ്പോട്ട് കാണിക്കേ. നമുക്ക് സ്ട്രൈക്ക് കൊടു അത്രേ ഉള്ളു. കയറ്റിക്ക്. ഫസ്റ്റ് വരാല് കേട്ടോ, ഫസ്റ്റ് വരാല്. നാടൻ സാധനം, നാടന് അടിപൊളി. നാടൻ വരല് കേട്ടോ. നമ്മുടെ പാണ്ടയിലാണ് കയറിയേക്കുന്നത്. അടിപൊളി. ഇതിനൊക്കെ കിട്ടുന്ന അത് തന്നെ, നാടൻ വരല്. ഒരു രക്ഷയില്ല, പൊളി. കിടുക്കൻ ക്യാച്ച്. ഹെവിയോ ചേറാണോ അവിടെ? അത് വരാല ആനത്തറ നാടനാണോ? വിയറ്റ്നാം വരാല. പൊളി. നൈസ് ഹൂക്കപ്പ്. ഇത് മുമ്പേ കൊടുത്താൽ ആ 3 മീനും കയറിയാനെ. ഇവിടെ ഇപ്പൊ തീരുവന്ന്. അല്ലടാ, ഇവിടെ മീൻ മാക്സിമം പിടിക്കാം. പിന്നെ ടൈം ഉണ്ടല്ലോ. ഇവിടെ തീർന്ന് ഇവിടെ അടിയൊന്നും ഇല്ല. ലാഗടിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ രാവിലത്തെ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് കുക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ 2 വരാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ചൊരു കുക്കിംഗാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ വരാൽ താണ് നടക്കുന്നത്. വരാലുണ്ട്, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൂടെ വന്നേക്കുന്നത്. ഇപ്പോൾ ഞാനുണ്ട്, ശരത്തേട്ടുണ്ട്, ജെയ്സണുണ്ട്, നമ്മുടെ ചങ്കുപിടി അങ്ങോട്ട് കാട്ടിൽ കയറി പോകുന്നത്. കാട്ടുവാസി പോകുന്നുണ്ട്, കാട്ടിൽ കയറി. പിന്നെ ഇവിടെയാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഇന്നിവിടെ കുക്ക് ചെയ്ത് ഉച്ചക്കത്തെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ. ഇപ്പോൾ കുക്ക് കണ്ടിരിക്കുന്നത് ഷെഫ്. ഇന്ന് തകർക്കും നമ്മൾ. വിറക്കടിക്കാനുള്ള പരിപാടിയാണ്. വിറകൊക്കെ വിറക്കാനുള്ള സെറ്റപ്പിലാണ് കണ്ടോ. അടിപൊളി സ്പോട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ട് കേട്ടോ. എന്താ ചോദിച്ചാൽ നല്ല തണലുണ്ട്, ഒരു രക്ഷയില്ല. നല്ല ചെറിയ കൂളിങ്ങും കാര്യങ്ങളും. അന്യ വെയിൽ കൊണ്ടിട്ട് വന്നാൽ കേട്ടോ. ഞങ്ങൾ വെയിൽ കൊണ്ട് അറിഞ്ഞ കാശൊക്കെ ചെയ്ത് രാവിലെ 2 വരാൽ കിട്ടി. അതിനെ കൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി കയറിയാണ്. വിറകൊക്കെ സെറ്റ് ചെയ്യണം. മനീഷ് നമ്മുടെ കളമൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് അകത്ത് കയറി ഇവിടെയാണ് കുക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ട്. ഇവിടെ കാണാൻ സെറ്റ് ചെയ്യാം. ഒരു രക്ഷയില്ല, തുരുത്തത്. ഇതുണ്ടോ, അടിപൊളി സ്പോട്ട്. ഇതുണ്ടോ, കിടുക്കൊരു സ്പോട്ട്. ഇവിടെ ഒരു ചൂണ്ട കെട്ടിയിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ട് ഒരു ചേറാനും വാഹ കിട്ടും. പൊളി. ഒരു രക്ഷയില്ല, പൊളി സ്ഥലം. വ്യൂ ഉണ്ടോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. മനീഷാണ് നമ്മുടെ സൈറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ആള്. തെളിക്ക് ആ ഒത്തിരി ഓവറായിട്ടൊക്കെ തെളിക്കണ്ടോ. ആ ഒരു പ്ലാനിങ് ആണ് പ്ലാൻ ചെയ്യണം. നമ്മളെങ്ങനെയാണ് അടുപ്പൊക്കെ ചെയ്യേണ്ടത്, അടുപ്പൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ സെറ്റ്. ഇവിടെ നല്ല തെളിക്കണം. ഈ ഇത് മാറ്റണം, കരിയില തൂത്ത് വേണം. മനീഷ് ഫ്രണ്ട്സ്, നമ്മള്
പാത്രം വെക്കാൻ വേണ്ടി ഒരു അടുപ്പുണ്ടാക്കുക. അടുപ്പുണ്ടാക്കുന്ന പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ കല്ലൊന്നുമില്ല. കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പടിച്ച് നാച്ചുറലായിട്ട് ഐഡിയ ശരത്തേട്ടൻ്റെ തലയിൽ ഉദിച്ച ഐഡിയ. കമ്പൊക്കെ വെച്ച് അടുപ്പൊക്കെ വളമൊക്കെ വേണമെങ്കിൽ അടുത്ത് വേണ്ടത് 3 എണ്ണം വെക്കണ്ട. ഉറപ്പൊന്നുമില്ല കീറാ മനീഷേ. കൊള്ളാം, നീ പറയണം. ഒരു പറ കീറിയാ അത് ഒടിഞ്ഞ്. ഇതിന് ഹൈറ്റ് കൂടുതലാണ്. ഹൈറ്റ് ഇച്ചിരി കൂടെ കുറയ്ക്കണം. അല്ലല്ല അടുത്തല്ല ലോങ് ആയി അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഹൈറ്റ് എത്ര നിൽക്കട്ടെന്നാ. അടുപ്പ് സെറ്റായി. അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട്. അടുപ്പ് ഇനി ഇവിടുത്തെ കരിയില കാര്യങ്ങളെല്ലാം മാറ്റി. കരിയില മാറ്റുമ്പം വൃത്തിയിടാം. അല്ല കരിയില അത് നമുക്ക് പോകാൻ നേരം വെള്ളം ഒഴിച്ചു. അല്ല ഇത്ര അടുത്ത മാറ്റി ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കാം. തുണി പോകത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ് ആണ്ടെ നമ്മൾ മീൻ വെട്ടാനുള്ള ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സൈറ്റ് നമ്മുടെ കണ്ടതുണ്ടോ. ഇവിടെ ആകുമ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് രാവിലെ കിട്ടി 2 വരാലോ കേട്ടോ. അതിനാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സ് ആണ്ടെ നമുക്ക് രാവിലെ കിട്ടിയ വരാലോ കേട്ടോ. ഇത് ചെറുതാണ്, കോടഞ്ഞിറാ എന്നുണ്ടോ. വലിയ കുഴപ്പമില്ലാത്ത അടിപൊളി നല്ല നാടൻ വരാല് കേട്ടോ. അതുണ്ടോ ഏകദേശം 1 ഡെഡായി, 1 ജീവനുണ്ട്. ഇവനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 1 ഡെഡായി കേട്ടോ. ക്ലീൻ ചെയ്യുന്ന മനുഷ്യൻ്റെ കട്ടിങ് സ്കില്ല് നിങ്ങൾ കണ്ടോ. കമോൺ. നമ്മൾ ആദ്യം അടിയിലെ ചിറകുണ്ടല്ലോ, അതാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് കേട്ടോ. തല വേണോ? പ്രൊഫഷണലാണോ? പിന്നെ അല്ല, 100% പ്രൊഫഷണൽ. പിന്നല്ല. മീൻ വെട്ടുന്ന ആർക്ക് നമ്മളെ തൊപ്പിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. മീനെല്ലാം വെട്ടി ബാക്കി എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ആകുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ. ടിപ്പ് ശരത്തേട്ടൻ്റെ ബുദ്ധിയിൽ ഉദിച്ച അടുപ്പാ കേട്ടോ. ഒരു രക്ഷയില്ല. പൊളി 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 പൊളി. അത് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ. കഴിച്ചണ്ടേ നമ്മുടെ നാടൻ വരാനുള്ള ലുക്ക് കണ്ടോ. മനീഷ് ഉടുപ്പൊക്കെ ഒരു സെറ്റാക്കി കേട്ടോ. അവനെ സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി ഇവനെ കഴുകി വാരി ക്ലീൻ ചെയ്തെടുക്കണം. ഒരെണ്ണം കൊണ്ട് കേട്ടോ. അവൻ നല്ല താഴെ കിടപ്പുണ്ട്. അവനെ സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ വേണ്ട ഫസ്റ്റ് റൗണ്ട് മീൻ കഴുകിയെല്ലാം കഴിഞ്ഞു കേട്ടോ. മീൻ കഴുകി കഴിഞ്ഞ് എല്ലാം വേണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് നമ്മൾ നല്ല വാട്ടറിലൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വേണ്ടേ മീൻ കറി വെക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യുക കേട്ടോ. ശരത്തേട്ടനാണ് കുക്ക് ചെയ്യുന്നത്. തക്കാളി 3 എണ്ണം. ഇതൊക്കെ മസാലകൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മസാല ഐറ്റംസ് ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെയുള്ള സാധനം. ഉപ്പ് വേണം. ഇത് വെളിച്ചെണ്ണ. ഹാപ്പി ഫീസ് ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ച് അതിനകത്ത് വെളിച്ചെണ്ണ എടുക്കുന്നത്. ഹൈലൈറ്റ് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലൊന്നും ഇല്ല. കാട്ടിലായതുകൊണ്ട് അതൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് തരണം. ഞങ്ങൾക്ക് ഇത്രയൊക്കെ സാധനം കിട്ടുള്ളൂ.
അതോടൊപ്പം ചെറിയ രീതിയിൽ ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങുവാണ്. അതിനെല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ. നമ്മുടെ ആകെപ്പാട് ഇത്രയൊക്കെ വെജിറ്റബിൾസേ ഉള്ളൂ. നമ്മളെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുപ്പിനകത്ത് കുറച്ച് ഓൾട്രേഷൻ ചെയ്യാറുണ്ട്. അടുപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയണം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇച്ചിരി ഹൈറ്റ് ഉള്ള അടുപ്പ് എഴുതുണ്ടോ, ഇതിലെ കൂടെ അപ്പുറം കാണാൻ പറ്റും. അപ്പോൾ അത് ഇതിൻ്റെ ഹൈറ്റ് കൂടെ ഒന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. അടുപ്പ് ഇത്ര ഹൈറ്റ് ആയ വിഷയം കമ്പ് കത്തിപ്പോയാണ്ടല്ലോ, ആകെ പോവാ 2 വരാലും ഉണ്ട്. കനമുള്ളൊരു കമ്പ്, ബാക്കി മനുഷ്യ വെട്ടിയ വരാല് മണ്ണിനകത്ത് കിടന്ന് ഉരുള്. ചെറിയ ചുള്ളി വിറക് കണ്ടല്ലോ നിങ്ങള്, കാട്ട് കയറി കള്ളത്തടി വെട്ടിയവരുണ്ട്. ചുള്ളി വിറക് ഇറക്കിയോടെ ടീമായിരിക്കുന്നത്. ചുള്ളി വിറക് കാണ്ട്, ചെറിയ ചുള്ളി വിറക് കേട്ടോ ഇതുണ്ട്. അടുപ്പിനകത്ത് കയറത്ത പോലും ഇല്ല. ആദ്യമേ വെളിച്ചെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ ഫസ്റ്റ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സൈഡ് പിടുത്തം ഉണ്ടല്ലോ, അത്ര നല്ലതല്ല. ഫസ്റ്റ് വെളുത്തുള്ളി സവാള കൊടുത്ത് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി സവാള പച്ചമുളക് മൂപ്പിക്കാൻ വേണ്ടി കേട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് കത്തിച്ചതിയാ മര്യാദയ്ക്ക് മൂത്തണം. അതിൻ്റെ ഈ സൈഡ് തീയില്ല, ഈ സൈഡില ഇതിന് സ്ലോപ്പ് നിൽക്കുന്നത് മാത്രമല്ല കാറ്റ് അങ്ങോട്ട് അങ്ങനെ അപ്പൊ നമ്മളെ മീൻ കറിയിലെ ഫസ്റ്റ് കൂട്ടിട്ട് ഇളക്കിണ്ടിരിക്കുകയാണ്. എന്നാ ബാഗിനോട് നിങ്ങൾ നോക്കിയേ, നമ്മള് കാട്ടിലാണ്. ഇതിന് പിന്നെ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് പെട്ടെന്ന് പറഞ്ഞോക്കി ഉപ്പിട്ട് കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം ഒരു സ്പൂണിനകത്ത് ഉപ്പ്. ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മൾ അളവിനെടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ തക്കാളി കൊണ്ടിട്ട് നമ്മുടെ തക്കാളി തോട്ടുപുളി നമ്മളൊന്ന് കഴുകും. ആടാ നമ്മൾ കണ്ടൊരു 10-15 മിനിറ്റ് അടച്ചു വെക്കണം തിളയ്ക്കാൻ വേണ്ടി. ഫ്രണ്ട്സ്, കറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ വരാലിനെ കട്ട് ചെയ്തത് ഇടാൻ പോവാം. ഇപ്പം നമ്മുടെ കറിയെല്ലാം തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. വെട്ടി തിളയ്ക്കുന്നുണ്ടോ നിങ്ങൾ? വരാലിനെ എല്ലാം ക്ലീൻ ആക്കി വെച്ചേക്കുന്നതിനെ ഓരോന്നോരോന്നായിട്ട് ഇടുക. നാടൻ തല ഇറക്കലും വേണം. ഇങ്ങനെ കല്ലേലും ഇച്ചിരി തല ചുറ്റി കൂടുതല. എനിക്ക് തല കഴിക്കുന്നുണ്ട്, എനിക്ക് തല മാത്രം കൊടുക്കാൻ മതി കേട്ടോ. മനുഷ്യണ തല മാത്രമേ ഉള്ളൂ. എന്ത് വേണം? ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ഇച്ചിരി മുളക് പൊടി വേണ്ട. ഒരു അനക്കം വെള്ളം വേണ്ട. ഇച്ചിരിയുടെ മീനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. നമ്മൾ അടച്ചു വെക്കുവാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് അടച്ചു വെച്ചേക്കുക. ഇതിന് വെന്ത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കിടക്കുക. വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ കൊണ്ടുവരാൻ കഴിക്കാനാണെങ്കിൽ കുബൂസും റൊട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ. കറി ഏകദേശം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വരാലി കറി ചാറൊക്കെ സെറ്റ് ആയതാണ്ടേ, കുറുകി മീനൊക്കെ ഏതാണ്ട് ഏകദേശം പൊടിഞ്ഞ് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആണ്ടേ നമ്മൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. അടുപ്പിൽ നിന്ന് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പൊടിഞ്ഞ് നാശമായി പോകും. ഇനി തീയെല്ലാം കെടുത്തി പക്ക സേഫ്റ്റി ആക്കി റെഡി പോകുന്നതിന് മുമ്പ് ഇത് ഫുള്ള് കെടുത്തി ക്ലീൻ ആയിട്ടേ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇതൊരു ഫുള്ള് കാടാ, എല്ലാം കത്തിപ്പോവും. എല്ലാം നമ്മൾ തീയെല്ലാം അണച്ച് റെഡി ആക്കണം കേട്ടോ. എല്ലാം ഇവിടെ നോക്കിയാൽ ഫ്രെയിം നോക്കിയാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ കഴിച്ചണ്ടേ വെള്ളം വന്നു, അടുപ്പ് കെടുത്താനുള്ള വെള്ളം വന്നു. ഇനി നമ്മൾ അടുപ്പ്
കെടുത്താനുള്ള പരിപാടി എല്ലാം സെറ്റാക്കാം. നല്ലപോലെ അടുപ്പെല്ലാം കെടുത്തി പക്കയാക്കണം കേട്ടോ. നമ്മൾ അടുപ്പം കെടുത്തുവാണ്. നമ്മൾ അടുപ്പിൻ്റെ യൂസ് കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ്. വേണ്ടേ നമ്മൾ കഴിക്കാൻ അടിപൊളി ഒരു സ്ഥലം നോക്കി നമ്മൾ സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ട എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മീൻ കറിയുടെ കുബൂസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, 2 കവർ ബ്രെഡ് ഉണ്ട് കേട്ടോ. പ്ലേറ്റ് നമ്മൾ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മീൻ കറി എടുക്കുവാണ്. മീൻ കറിയാണ് പാത്രത്തിലോട്ട് വിളമ്പി മാറ്റുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സെറ്റ് കൊള്ളാം. എല്ലാം ചാറൊക്കെ സെറ്റ് കുറുകി മീനൊക്കെ വെന്ത് ഇച്ചിരി ഓവറായിട്ട് വെന്തോന്നൊരു ഡൗട്ട്. കൂടുതൽ വെന്ത് പോയി, കുറച്ച് കൂടുതൽ വെന്ത് പോയി കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, നമ്മള് വെന്തോ വെന്തില്ലയോ എന്നുള്ളൊരു ഡൗട്ട് കിടപ്പുണ്ടായിരുന്നു. അതുമാത്രം തീയും കൂടുതലായിരുന്നു. തീ ഇല്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അപ്പം നമുക്ക് അത്രയും വെച്ച് നമുക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളാണ്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. എല്ലാവരും വിളമ്പി സെറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ട് കണ്ടേ. മനീഷ്, ശരത്തേട്ടന്, ജെയ്സൺ കേട്ടോ. പൊളി. ഇപ്പൊ ശരത്തേട്ടനാണ് മീൻ കുക്ക് ചെയ്തേക്കുന്നത്. എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കിയിട്ട് പറയാം ഗായ്സ്. ഓക്കെ, ഞാൻ മുഖസ്തുതി പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആർക്കേലും അറിയണം, സ്വന്തമായിട്ട് കറി വെച്ചിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞ ടീം എന്നെ പൊന്നെ ബാബാന്ന്. അപ്പൊ എല്ലാം സെറ്റ് ആക്കുക, ഇരിക്കുക, കഴിക്കുക. ഓക്കെ, ഇന്ന് മീൻകറി കഴിക്കുന്നു, ഉപ്പൂസ് കൂട്ടി ഉപ്പൂസ് മീൻകറി. ഫ്രണ്ട്സ് വേണ്ടേ അവരോട് ഒരു അഭിപ്രായം എന്റെ കറിയുടെ. കിടിലൻ മീൻകറി ഒരു രക്ഷയില്ല. കിണ്ണ സാധനം നമ്മള് കുബൂസിലാണ് അറിയാൻ പോകുന്നത്. കുബൂസ് എടുക്കും, ഒരു വരാലിന്റെ പീസ് എടുക്കും. വരാലിന് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അതെ, വരാലിന്റെ ഒരു പീസും എടുത്ത് ചാറ് മുക്കിയിട്ട് അടിപൊളിയാട്ടോ. സൂപ്പർ ഗ്രേവി, ഒന്നും പറയാനില്ല, പൊളി. ഗൈസ് എനിക്ക് കണ്ണ് പറയുന്നു, എന്റെ കറിക്ക് ഭയങ്കര എന്റെ കറി വൈറലായി ഗൈസ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വീഡിയോ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ള കണ്ടന്റ് ഇനിയും കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.